Hey guys, my grandpa is here, okay? He's just here for Christmas. He might come here at any time. Please don't bother him. പുള്ളി എന്തേലുമൊക്കെ പറയുന്നു. അതിനെന്നാടാ, നോ ഇഷ്യൂസ്. അതല്ലടാ, പുള്ളി ഒരു പ്രത്യേക ടൈപ്പാ. പുള്ളി വരട്ടാ. ഏയ് നോ 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 നോ. So sensitive, you know. എനിക്ക് ഇഷ്ടമൊക്കെയാ, but sometimes it just goes too far. Hey, pay attention, dude. ഇത് എവിടെയൊന്നും വെക്കാൻ പറ്റുന്നേ? കെട്ടാനൊരു വള്ളി നോക്കിയിട്ട് കിട്ടണമില്ലല്ലോ. എടാ ജോബലെ, മണി 9 ആയല്ലോ. ഇവർക്കൊന്നും വീട്ടിൽ പോകണ്ടേടാ? അല്ല അവരിന്ന് ഇവിടെ സ്ലീപ്പ് ഓവറാ. സ്ലീപ്പ് ഓവറാ? അതെന്നടാ അത്? അവരിന്ന് ഇവിടെ കിടന്നിറങ്ങിയിട്ട് നാളെ രാവിലെ പോകും. ഓ അങ്ങനെയാണോ? അതല്ല പിള്ളേരെ, ഈ ക്രിസ്മസ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും അടങ്ങിയിരിക്കുന്നത്? എടാ പിള്ളേര് പുൽക്കൂടും നക്ഷത്രമൊക്കെ ഉണ്ടാക്കണ്ടായോ? ഇത് എന്നാ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ആലോചിച്ചെടുക്കാനേ. ഇതൊക്കെ 2 ദിവസം മുമ്പ് ചെയ്യേണ്ടതായിരുന്നില്ലേ? എന്തെങ്കിലൊക്കെ ഒരു മോഡൽ ആലോചിച്ചെടുക്കടേ. അപ്പച്ച, അതിനെന്താ ചിന്തിക്കാനുള്ളത്? We'll just use ChatGPT or Gemini. Hundreds of ideas there. അതാരാണ് ഈ ജമീന? നിന്റെയൊക്കെ കൂടെ പഠിക്കുന്നതാണോ? നോ 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 അപ്പച്ച, അത് കമ്പ്യൂട്ടറിലുള്ള ഒരു ആപ്പാ. AI കുറിച്ച് കേട്ടിട്ടില്ലേ? കമ്പ്യൂട്ടറൊന്നും ശരിയാവില്ല. നിന്റെ അപ്പനോടൊന്ന് ചോദിച്ചേ. എന്നെ തലയാന്ന് അവന്റെ. പഠിക്കുന്ന കാലത്ത് പള്ളിയിലെ പുൽക്കൂട് മത്സരത്തിലൊക്കെ ഫസ്റ്റ് അടിച്ചുകൊണ്ടിരുന്നത് അവനല്ലായിരുന്നോ? Ooh, you're that. Come on, dude. I don't believe this. നിന്നോട് ഞാൻ ഈ പാതിരാത്രി 1 മണിക്ക് വിളിച്ച് ഈ കാര്യം പറയണമെങ്കിൽ കാര്യത്തിന്റെ സീരിയസ്നെസ് എന്താണെന്ന് നീ മനസ്സിലാക്കുക. പുലർച്ചെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നീ അയാളുടെ മുറ്റത്തുണ്ടാകണം. ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് സ്ഥലം ബുക്ക് ചെയ്യുക. അടുത്ത വർഷം ഈ സമയത്ത് ക്രിസ്മസിന് എനിക്ക് അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യണം. വെച്ചോ ഡാടാ. അതെന്നാടാ നിനക്ക് വിശ്വസിക്കാൻ വയ്യാത്ത? അപ്പൻ പറഞ്ഞത് കറക്റ്റാടാ. ഉൾക്കൂടിനും നക്ഷത്രം ഉണ്ടാക്കുന്നതിനും എല്ലാം ഞാൻ തന്നെയായിരുന്നാ മുന്നില്. അന്ന് ആ നാട്ടില് ഓളിനോളായിരുന്നാ ഞാൻ. അല്ലേ അപ്പാ? അല്ല പിന്നെ. അതൊക്കെ നീ പിള്ളേർക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. എന്താടാ നീ കിണിക്കണേ? ചുണയുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് ചെയ്ത് കാണി. നീ ഇന്ന് വാ, നിന്നെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. നീ കഴിഞ്ഞ ദിവസം എന്റെ ഈ പുതിയ ടെസ്റ്റിൽ ആരെയാണ് വിളിച്ച് കയറ്റിയത്? എന്നാന്ന് ഞാൻ നകത്തോട്ടൊന്ന് കേറിക്കോട്ടെ. പിള്ളേരെ നിങ്ങൾ വല്ലതും കഴിച്ചോടാ? ഇത് എന്നാന്നേ? ആരെയാ വിളിച്ച് കയറ്റിന്നാ? ഓ അത് അപ്പുറത്തെ വീട്ടിലെ ജീനയല്ലേ? അവൾ ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമല്ലായിരുന്നോ? ഇത്രയും വയറും വെച്ചോണ്ട് അവൾക്ക് ആ വീട് വരെ നടന്നു വരാൻ പറ്റുമോ? അതുകൊണ്ട് ഞാനൊന്ന് കയറ്റിന്നല്ലേ ഉള്ളൂ. അതിനിപ്പോ എന്നാന്ന്? പച്ചമീനും കൊണ്ട് കയറ്റിട്ട് എന്നാന്ന്? വണ്ടിക്കകം മൊത്തം മീൻ നാറുക. ഇനി എങ്ങാനും എന്റെ വണ്ടി എടുക്കാൻ ചോദിച്ചോണ്ട് വന്നാൽ അപ്പ പറയാ ഞാൻ. അല്ലേ നിങ്ങൾക്ക് തുള്ളാനെന്തുവാ? ഞാനറിഞ്ഞോ കൊച്ചു മീനും കൊണ്ടാ കയറിയെന്നോ? അതെ, ഞാനും കൂടെ ഈ മേടിക്കുന്ന വണ്ടിയാ. നിങ്ങളുടെ ഈ മാടമ്പത്തരമൊക്കെ ഉണ്ടല്ലോ, നാട്ടിലെ പണിക്കാർ പിള്ളേരുടെ അടുത്ത് മതി, എന്റെ അടുത്ത് വേണ്ട. അടങ്ങടി നീ ഒന്ന് തുള്ളുന്നു. അപ്പനിരിക്കുന്നു എന്റെ വായിരിക്കുന്നു. കേൾക്കും നിങ്ങളല്ലെങ്കിൽ അപ്പനൊന്ന് കയറിപ്പോയിക്ക്. ഞാൻ അവളോട് വായിന്ന് കണ്ട് കേൾക്കട്ടെ. അല്ലല്ല, ഞാൻ അവളോട് കണ്ട് പറയട്ടെ. ഓട്ടടാ പൈലി, വിട്ടുകളാ. അവളൊരു ഉപകാരം ചെയ്തതല്ലടാ. അപ്പ പൈലിയൊക്കെ നാട്ടില്, ഇവിടെ ഞാൻ പോയി നോക്കടി. ബിനോയോ, എന്നെ പറ്റിടാ? ചേച്ചി, അവർക്ക് പെയിൻ തുടങ്ങി ചേച്ചി. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്റെ വണ്ടി സർവീസിങ് കൊടുത്തിട്ട് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. ഞാനാണ് ടാക്സി ബുക്ക് ചെയ്തിട്ട് ഒരെണ്ണം പോലും കിട്ടുന്നില്ല. ചേട്ടനോട് പറഞ്ഞു ഒന്ന് അവളെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ ചേച്ചി? അതിനെന്നാടാ നീ നില്ല അവിടെ? പപ്പയെ ജീനെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. പെയിനായിട്ട് കരയും വന്നു. ഞാൻ കേട്ടു. നടക്കത്തില്ല. എന്റെ വണ്ടി കയറ്റാൻ പറ്റത്തില്ല. പക്ഷെ അവർക്ക് വണ്ടിയില്ലെന്നേ. നിങ്ങളിത് എന്നാ? പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഞാൻ പള്ളി കമ്മിറ്റി മീറ്റിംഗിൽ ഇറങ്ങാൻ നിൽക്കുവാണ്. എനിക്ക് ഈ കാര്യത്തിനൊന്നും സമയമില്ല. ഓട്ടെങ്കിലും പറ്റത്തില്ല. പുറത്തുനിന്ന് ആരെ ഞാൻ എന്റെ പുത്തൻ ടെസ്റ്റിലേക്ക് കയറ്റത്തില്ല. നിങ്ങൾ എന്നാ ഇത് മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത പോലെ ഇങ്ങനെ ദുഷ്ടത്തരം ചെയ്യരുത്. തൊട്ടപ്പുറത്തോട്ട് ഇങ്ങനെ ഒരു അവസ്ഥ നമ്മൾ സഹായിക്കേണ്ടവരെ. ഈ ഇത്ര ഇടന്ന് തുള്ളാനായിട്ട് നിന്റെ ആരെങ്കിലും ആണോ? Wait, this could be Mary and Joseph, right? Who knows, right? Appa, I think you should bring them to the hospital. Yes, you better do. You know, see, they're in need. Please, Appa, please, will you help them? എടാ പൈലി, ആ കൊച്ചന്റെ ബുദ്ധി പോലും നിനക്കില്ലാതെ പോയില്ലോടാ.
ചേട്ടാ ഒന്ന് സഹായിക്കണം ചേട്ടാ. എന്റെ വൈഫിന് ഏകദേശം ടൈം ആയെന്നാണ് തോന്നുന്നത്. ഭയങ്കര പെയിനാണ് അവർക്ക്. പക്ഷെ എന്റെ കൈയും കാലം തളർന്നോട് തോന്നുന്നു. ഞങ്ങൾ ഒന്ന് സഹായിക്കണം ചേട്ടാ. ജീവിതത്തിൽ മറക്കില്ല ഞാൻ. എന്റെ പൊന്നു പപ്പ ഒന്ന് വണ്ടി എടുക്ക. മോണപ്പാ ഒന്ന് ചെല്ലടാ മോനെ. ഇത് ഞാൻ എവിടെയോ, ഈ സീൻ ഞാൻ എവിടെയോ വായിച്ചതുപോലെ ഒരു എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയമെടുത്തു. ഞങ്ങളെ ഇന്നൊരു ദിവസം ഇവിടെ തങ്ങാൻ അനുവദിക്കാമോ? ഇന്നിവിടെ ഒരു വിരുന്ന് നടക്കുകയാണ്. എന്റെ ഭവനം അതിഥികളാൽ നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ ഇടം തരാൻ കഴിയുകയില്ല. നല്ല സത്യത്തിന് പോകും. നോക്കൂ, മേരി വളരെ ക്ഷീണിതയാണ്. അവൾക്കിനി ഒരു അടി പോലും നടക്കുവാൻ കഴിയില്ല. വേദനയാൽ പുളയുകയാണ്. ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഞങ്ങൾ ഒതുങ്ങിക്കൊള്ളാം. എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? പോകൂ, കുറച്ചങ്ങോട്ട് മാറി ഒരു കാര്യപ്പെടുത്ത് കാണും. പോകൂ. പൈലി കണ്ടോ, അഹങ്കാരം കൊണ്ട് മൂടപ്പെട്ട അയാളുടെ കണ്ണുകൾക്ക് ലോകരക്ഷകന്റെ ജനനത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള മഹാഭാഗ്യം അങ്ങനെ നഷ്ടപ്പെട്ടു. ഈ ഭവനത്തിന് അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. നീ അവരോട് വണ്ടി കയറാൻ പറ, ഞാൻ വരികയോ. അപ്പേ എന്നെ കൊല്ലരുതപ്പേ. ആ പെങ്കൊച്ച അവളാട്ടെ നമ്മുടെ കാറിൽ പ്രസവിച്ചു. എന്റെ പൊന്നു തമ്പുരാനെ, എന്റെ പുത്തൻ ടെസ്റ്റിലല്ലോ. അത് നന്നായി. ഉണ്ണീശോ 2 ദിവസം മുന്നേ അങ്ങ് എത്തി എന്ന് കരുതിക്കോ. എടാ പൈലി, ഇത് നിനക്ക് വെച്ചിട്ടുള്ളതാ. ഇത് നിന്റെ ക്രിസ്മസാടാ. നിന്റെ തിരിച്ചറിവിനുള്ള ക്രിസ്മസ്. ഓരോ ക്രിസ്മസും ഒരു ഓർമ്മപ്പെടുത്തലാണ്. കരുണയും കരുതലും ഉണ്ടായിരുന്ന ആ പഴയ കാലത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക്. നിനക്കറിയില്ലേ, മുണ്ട് മുറുക്കിയെടുത്ത് നിങ്ങളെ പോറ്റിയ കാലത്തും അപ്പന്റെ സഹോദരങ്ങളെ പോലെ ചേർത്ത് പിടിച്ചിരുന്നു അപ്പുറത്തുള്ളവരെയും. തൊട്ടടുത്ത് കിടക്കുന്നവന്റെ കണ്ണീര് കാണാണ്ട് ഏത് പള്ളിക്കമ്മിറ്റി പോയിരുന്നിട്ട് എന്താടാ കാര്യം? നീ അവരെ ആശുപത്രിയിലാണ്. ഈ മക്കളത് കാണട്ടെ. അവരതിൽ നിന്ന് പഠിക്കുന്ന പാഠം ഓരോ ഏയ്ക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ? എനിക്ക് മനസ്സിലായപ്പാ. പാടി, നമുക്ക് അവരെ കൊണ്ടുപോവാം. നീ പേടിക്കണ്ടടി, എനിക്ക് മനസ്സ് നിറയെ സന്തോഷമാണ്. അപ്പ പിള്ളേരെ കുട്ടി പുൽക്കൂട് സെറ്റാക്കിക്കൂ. നമുക്ക് ഇത്തവണത്തെ ക്രിസ്മസ് അടിച്ച് പൊളിക്കണം. ഓക്കേടാ പൈലി, ആ കാര്യം അപ്പനേറ്റു. അപ്പ പൈലി അല്ല, ഫിലിപ്പ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ തണുത്തുറഞ്ഞൊരു രാത്രിയില് മാതാവും ഔസേപിതാവും ദേ ഇതുപോലൊരു തൊഴുത്തിൽ ചെന്ന് കയറി.